Hello everyone, welcome back. First of all, happy Independence Day. ഇന്ന് ഓഗസ്റ്റ് 15th നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള MCCയുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഇന്നലെ ഓഗസ്റ്റ് 14th വന്നിട്ടുണ്ട്. സോ 14th ഓൺവേർഡ്സ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇന്നലെയാണ് MCC റിലീസ് ചെയ്തത്. അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റെഗുലേഷൻസ് ഉണ്ട്, പ്രത്യേക വാർണിംഗ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ വക കാര്യങ്ങളാണ് വളരെ ക്വിക്കായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ടെടുത്താൽ മതി. കാരണം നമ്മളിവിടെ രജിസ്ട്രേഷൻ ഫീയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ടുള്ള എമൗണ്ടുകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനും മുന്നോട്ടുള്ള പ്രൊസീജിയറിൽ പങ്കെടുക്കാനും പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നൗ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? നീറ്റ് 2024 ബേസ് ചെയ്ത് ഓൾ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് സീറ്റുകളാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. അതുകൂടാതെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ പങ്കെടുക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ 100% സീറ്റുകൾ, ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി, AMU, BHU പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ജാമിയ മില്ലിയ പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴിയാണ്. അതുപോലെ തന്നെ ESIC മെഡിക്കൽ കോളേജുകൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ടയും അതുകൂടാതെ 35% 35% വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്ന റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. ESIC ഇൻഷുറൻസ് ഉള്ള എംപ്ലോയീസിന്റെ മക്കൾക്കുള്ള 35% റിസർവ്ഡ് സീറ്റ് ഉണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നതും മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി തന്നെയാണ്. 100% എയിംസിലെ, അതുപോലെ തന്നെ 100% ജിപ്മറിലെ സീറ്റുകൾ, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, ചില പെർട്ടിക്കുലർ കോളേജുകളിലെ BSc നഴ്സിംഗ് സീറ്റുകളെല്ലാം അലോട്ട്മെന്റ് നടത്തുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. അതിന്റെ ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ ആണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രൊസീജിയർ എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആർക്കൊക്കെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കാം? ഓഫ് കോഴ്സ് നമ്മൾ നീറ്റ് UG ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ +2ന്റെ മാർക്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജി ആൻഡ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളിൽ എല്ലാം പാസ്സായിരിക്കണം. അഗ്രിഗേറ്റ് ആയിട്ട് ടോട്ടൽ 50% ഓർ എബോവ് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കണം. SC ST ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് ആ ക്രൈറ്റീരിയ 40% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം മതി. അങ്ങനെയുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഇനി ഈ പറയുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്ന പ്രൊസീജിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. സ്വന്തമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യാവുന്നതാണ് എന്നാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളൊരു മൂന്നാമതൊരാളെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇല്ലാതെ അക്ഷയ സെന്ററിൽ ഏൽപ്പിച്ചിട്ട് നമ്മളില്ലാതെ അവരായിട്ട് രജിസ്ട്രേഷനോ ഓപ്ഷൻ രജിസ്ട്രേഷനോ ഒക്കെ ചെയ്യുന്ന രീതി ഒഴിവാക്കുക. ഇനി അക്ഷയ സെന്ററിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ കൂടെ ഇരുന്ന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഏതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി ഓർഡറിന് കൃത്യമായി ആ ഒരു, എസ്പെഷ്യലി നമ്മളൊരു വക്കിലൊക്കെ നമ്മൾ കിട്ടില്ലെന്നൊക്കെ വരുന്ന അങ്ങനെയുള്ളൊരു മാർക്കൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ, ഒരു 20,000 എബോവ് ഒക്കെയാണ് നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒരു 23,000 ഒക്കെ വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് രജിസ്ട്രേഷനും മറ്റ് പ്രൊസീജിയേഴ്സും ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്? MCCയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. www.mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നീറ്റിന്റെ ക്രെഡൻഷ്യൽസ്, നീറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുക. അതിന്റെ കൂടെ തന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. നീറ്റിന്റെ സമയത്ത് കൊടുത്തത് തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ നമ്പറിലേക്കാണ് ഇൻ കേസ് വല്ല OTP വല്ല ഇൻഫർമേഷനോ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കൊക്കെയാണ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ. പിന്നെ എല്ലാ ഇൻഫർമേഷനും ഓരോ സ്റ്റുഡൻറ്റിനും, രജിസ്റ്റർ ചെയ്ത ഓരോ സ്റ്റുഡൻറ്റിനും മൊബൈലിലും ഇമെയിലിലും വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഡെയിലി നിങ്ങൾ MCCയുടെ വെബ്സൈറ്റിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഫീസ് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീ. അതായത് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നമ്മൾ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഫീസാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീ അടക്കണം. ഇനി അതിനുശേഷം നമ്മൾ അലോട്ട്മെന്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ആ പറയുന്ന എമൗണ്ട് നോൺ റീഫണ്ടബിൾ ആണ്. സോ ഈ പ്രൊസീജിയറിലേക്ക് പങ്കെടുക്കാനുള്ള ഫീ ആണത്.
അത് 1000 റുപ്പീസ് ആണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങൾ അത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റുകളിലേക്ക് മാത്രമേ നിങ്ങൾ രജിസ്ട്രേഷന് പങ്കെടുക്കുന്നുള്ളൂ എങ്കിൽ, ഒന്നുകൂടെ, ഗവൺമെന്റ് കോളേജുകളിലെ MBBS, BDS, BSc നഴ്സിംഗ് പോലെയുള്ള അത് ഏത് കാറ്റഗറി ആവട്ടെ ആ കോളേജുകളിലേക്ക് മാത്രമാണ് നമ്മൾ പങ്കെടുക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ഈസ് 1000 റുപ്പീസ് ഫോർ ജനറൽ ആൻഡ് EWS കാൻഡിഡേറ്റ്സ്. ഇനി SC, ST, ഡിഫറൻഷ്യലി ഏബിൾഡ് ഓർ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് 500 റുപ്പീസ് ആണ്. അതേസമയം നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതായത് വെരി ഹൈ ഫീസ് വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള രജിസ്ട്രേഷനും കൂടെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അവിടെ ഏത് കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിലും നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 5000 റുപ്പീസ് ആണ്. ഓക്കെ, സോ ഡീംഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ 5000 റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ ഫീ. അതല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ 1000 രൂപയും SC, ST, ഡിഫറൻഷ്യലി ഏബിൾഡ് ആൻഡ് OBC സ്റ്റുഡൻസിന് 500 രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ. ഇത് നോൺ റീഫണ്ടബിൾ ആണ്. ഇനി കോഷൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സെക്യൂരിറ്റി എമൗണ്ട് ദാറ്റ് ഈസ് റീഫണ്ടബിൾ. അതിനും ചില കണ്ടീഷൻസ് ഉണ്ട്, റീഫണ്ട് ചെയ്യുകയാണോ ഇല്ലയോ എന്നുള്ളത്. ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് ജനറൽ EWS കാറ്റഗറി സ്റ്റുഡൻസിന് 10,000 റുപ്പീസും SC, ST, ഡിഫറൻഷ്യൽ ഏബിൾഡ് ആൻഡ് OBC സ്റ്റുഡൻസിന് 5,000 റുപ്പീസും മാത്രമാണ്. നമുക്കൊരു അലോട്ട്മെന്റ് കിട്ടുകയാണ്, സെക്കൻഡ് റൗണ്ടോ അതിനുശേഷമോ ഒരു അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി എമൗണ്ട് റീഫണ്ട് ചെയ്യില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം, അതല്ലാതെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ ആരും അലോട്ട്മെന്റ് പ്രൊസീജിയറിനെ കാണരുത്. ജോയിൻ ചെയ്യാം എന്ന് ഉറപ്പിച്ച് മാത്രം തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കടന്നാൽ മതി. അല്ലാത്തവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. അത് 10,000 ആണ് ജനറൽ സ്റ്റുഡൻസിന്, അതേസമയം SC, ST, OBC, ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് 5,000 റുപ്പീസ് ആണ്. Now once again ഇത് നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ എങ്കിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അഥവാ അത്രത്തോളം മാർക്ക് ഇല്ല, നമ്മൾ ആ ബ്രിമ്മിലൊക്കെ ആണ്, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള കോളേജുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് അങ്ങനെയുള്ള ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ നൽകേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 2 lakh rupees, 2 ലക്ഷം രൂപയാണ്. ആ എമൗണ്ടിനുമായി ബന്ധപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ട്രാൻസ്ഫർ ലിമിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ ട്രാൻസ്ഫർ ലിമിറ്റ് നിങ്ങൾ 2 ലാഖിലേക്ക് സെറ്റ് ചെയ്യണം. രണ്ടാമതൊരു കാര്യം, നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് 2 ലാഖ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം സെക്കൻഡ് റൗണ്ടിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടി. പക്ഷേ അവിടെയുള്ള ഫീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിഫറെൻറ്റ് കോളേജുകൾക്ക് ഡിഫറെൻറ്റ് ഫീസാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 8 or 10 lakh റേഞ്ചിലുള്ള ഫീസാണ് പെർ ഇയർ വരിക. ആ ഒരു റേഞ്ചിലുള്ള ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, അഥവാ സെക്കൻഡ് റൗണ്ടിന് ശേഷം തേർഡ് റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ പോലും സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് മുഴുവനായിട്ടും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത സ്റ്റുഡൻസ് ഒരു കാരണവശാലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഈവൺ നമുക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് കോളേജുകളിലേക്ക് ചിലപ്പോൾ നമുക്ക് മാറിയേക്കാം. എങ്കിലും സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്താലേ നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് മത്സരിക്കാൻ, അഥവാ ഈ പറയുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവരുടെ ഒരു കൊല്ലത്തിന്റെ ഫീസ് നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് താങ്ങാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത ആളുകളാണ് എങ്കിൽ ഒരു കാരണവശാലും ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല. മാത്രമല്ല, നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ തേർഡ് റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന 2 lakh സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും, നമുക്കത് റീഫണ്ട് ആയിട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റ് കോളേജുകളും എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ, എല്ലാ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ടെങ്കിൽ 5,000 റുപ്പീസ് കൊടുത്താൽ മതി. അതിൽ വലിയ എമൗണ്ട് 5,000 ആണ്. മറ്റേത് ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ 1,000 റുപ്പീസ് ആണ് ഫീസ്, രജിസ്ട്രേഷൻ ഫീ. ഓപ്ഷൻ രജിസ്ട്രേഷന് നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5,000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെവ്വേറെ ചെയ്യേണ്ടതില്ല, 5,000 മാത്രം പേ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, 4 റൗണ്ടായിട്ടാണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 4ാമത്തെ റൗണ്ടിനെയാണ് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് റൗണ്ടിലോ അതിന് ശേഷമോ നമുക്ക് ഒരു കോളേജിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യില്ല.
ഓക്കെ, സെക്കൻഡ് റൗണ്ടോ അതിനുശേഷമോ നമുക്ക് ഒരു കോളേജിൽ നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ മേ ബി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടേക്കാം, സ്റ്റിൽ അവിടെ ജോയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വളരെ വലിയ ഫീസ് വരുന്ന കോളേജുകളുണ്ട്. അപ്പോൾ അത് അറിയാതെ പോലും അതിൻ്റെ ഓപ്ഷൻസ് അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ഒരു കാരണവശാലും ഡീംഡ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാത് കോളേജുകൾ, ഇപ്പോൾ കേരളത്തിലുള്ള കോളേജുകൾക്ക് 23,000-24,000 റുപ്പീസ് ആണ് പെർ ഇയർ ഫീസ്. തമിഴ്നാടാണെങ്കിൽ ദാറ്റ്സ് അറൌണ്ട് 18,000. ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒക്കെ ആണെങ്കിൽ ദാറ്റ്സ് അറൌണ്ട് 18,000-15,000, 18,000 റുപ്പീസിന്റെ അടുത്താണ്. കർണാടകയിൽ ദാറ്റ്സ് അറൌണ്ട് 75,000. അപ്പോൾ ഓരോ സ്റ്റേറ്റിലുള്ള നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ കോളേജിലെ ഫീസ് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. ഓൾ ഇന്ത്യ കോട്ടയിൽ അലോട്ട്മെന്റിൽ കിട്ടിയതാണെങ്കിലും ഏത് സ്റ്റേറ്റിൽ ഏത് കോളേജിൽ കിട്ടുന്നു, ഡീംഡ് കോളേജ് ആണോ ഗവൺമെന്റ് കോളേജ് ആണോ അതല്ല മറ്റേതെങ്കിലും കോളേജാണ്, അവിടുത്തെ ഫീസ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഓരോ കോളേജുകളുടെയും ഫീസ് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് അലോട്ട്മെന്റിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ചാടിക്കേറി ചെയ്യേണ്ടതില്ല. 20-ാം തീയതി വരെ നമുക്കിതിന് സമയമുണ്ട്. അപ്പോൾ കൃത്യമായി ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കി നമ്മൾ പോകാൻ ഉദ്ദേശിക്കാത്ത സ്ഥലം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കാത്ത കോളേജ്, അങ്ങനെയുള്ളതൊന്നും ഒരു കാരണവശാലും നമ്മൾ ലിസ്റ്റിലേ വരേണ്ടതില്ല. നമുക്ക് യാതൊരു കാരണവശാലും നമ്മൾ ഇന്ന ഒരു സ്ഥലത്ത് വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്, ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഓപ്ഷൻസിന്റെ ലിസ്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഇത്രയും വലിയൊരു ഫീസുള്ള കോളേജാണ്, ഒരു കാരണവശാലും നമുക്ക് ആ ഫീസ് കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ അതൊരു കാരണവശാലും ആ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതില്ല. അപ്പോൾ വെറുതെ നിങ്ങൾ ഓപ്ഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ പറയുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ആകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ഏത് കാർഡിൽ നിന്നാണോ അക്കൗണ്ടിൽ നിന്നാണോ പേ ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അക്ഷയ സെന്ററിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടോ കാർഡോ തന്നെ പേയ്മെന്റിന് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റീഫണ്ട് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതൊരു നവംബർ-ഡിസംബർ സമയമൊക്കെ ആവും. ആ സമയമാകുമ്പോൾ അക്ഷയ സെന്ററിൽ നിന്നുള്ള ആളുടെ അക്കൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ തിരിച്ചു വരുന്ന റീഫണ്ടായി വരുന്ന എമൗണ്ട് ആരുടെ എമൗണ്ട് ആണ് റീഫണ്ട് ആയത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് പേയ്മെന്റുകളെല്ലാം നമ്മുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഏതാണോ നമ്മുടെ കാർഡ് അത് മാത്രം അല്ലെങ്കിൽ അക്കൗണ്ട് യൂസ് ചെയ്ത് മാത്രം പേയ്മെന്റുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, തേർഡ് റൗണ്ടിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലോ ഡീംഡ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടുന്ന് റിസൈൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ റിസൈൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് പോകാൻ സാധ്യതയില്ലാത്ത കോളേജുകൾ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് പ്രൂവ് ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് അതാത് സ്ഥലങ്ങളിൽ നമുക്കൊക്കെ പല പല സ്ഥലങ്ങളിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന്റെ 40% ഓർ എബവ് ഡിസബിലിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയുള്ള സ്റ്റുഡൻസ് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ തേർഡ് റൗണ്ടിലാണ് ഏതെങ്കിലും കാറ്റഗറിയിൽ OBC-യിലോ ജനറൽ കാറ്റഗറിയിലോ ഒക്കെ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ, STയുടെ സീറ്റുകൾ ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അത് തേർഡ് റൗണ്ടിന്റെ കൂടെ തന്നെ SC-യിലേക്കും അതേപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന്റെ സീറ്റുകൾ അതാത് കാറ്റഗറിയിലേക്കും OBC ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു OBC. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് തേർഡ് റൗണ്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എയിംസിന്റെയും ജിപ്മറിന്റെയും BSc നഴ്സിംഗിന്റെയും എല്ലാ കോഴ്സുകളും ആ രീതിയിലാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നൗ മറ്റൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, AFMC ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് AFMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമേ MCC കൈകാര്യം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് AFMC തന്നെയാണ്. അപ്പോൾ AFMCയിൽ പ്രൊസീജിയർ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർമിയുടെ കോളേജാണ്. അതിനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് അവരുടെ AFMCയുടെ വെബ്സൈറ്റിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത് പ്രിഫർ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റ് ഡീറ്റെയിൽസും പ്രിപ്പയർ ചെയ്യാൻ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഈ പറയുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. മറ്റൊന്ന്, നമുക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടി നമ്മൾ ആ കോളേജിൽ ജോയിൻ ചെയ്യണമെങ്കിൽ the student has to physically appear
അറ്റ് ദ കോളേജിൽ ആ സ്റ്റുഡൻറ്റ് പോയിട്ട് ഫിസിക്കലി പോയി ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. ഡോക്യുമെന്റ്സ് കറക്റ്റ് ഡോക്യുമെന്റ്സ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ വരും. അതിനൊന്നും MCC ഒന്നും ഉത്തരവാദിയല്ല. നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം വരിക എന്നുള്ളതിന്റെ ലിസ്റ്റും ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും മാർക്ക് ലിസ്റ്റുകൾ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, നേറ്റിവിറ്റി പോലത്തെ സംഭവങ്ങൾ വേണ്ടി വന്നാൽ അതുപോലെ തന്നെ കാറ്റഗറി റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരിക. അപ്പോൾ അതിന്റെ ലിസ്റ്റും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതും തയ്യാറാക്കി എടുക്കുക. നൗ ഫൈനലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ് 4th റൗണ്ട്. ദാറ്റ്സ് ദ ഫൈനൽ റൗണ്ട്. അതിനുശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രൊസീജിയർ ഇല്ല. എന്ന് വെച്ചാൽ അതോടുകൂടി എല്ലാ സീറ്റുകളും ഫില്ല് ആയിരിക്കണം എന്ന് MCCക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ നമ്മൾ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് അലോട്ട് ചെയ്തിട്ടും നിങ്ങൾ അത് ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം നീറ്റ് എക്സാം എഴുതാൻ പറ്റില്ല. നീറ്റ് എക്സാം എഴുതുന്നതിൽ നിന്ന് നെക്സ്റ്റ് സെഷനിൽ ഡീബാർ ചെയ്യപ്പെടും. അപ്പോൾ സ്ട്രേ വേക്കൻസിയിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലോട്ട് ചെയ്താൽ തിരിച്ചു പോരാൻ പറ്റില്ല. അലോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, നമുക്ക് എക്സിറ്റ് ചെയ്യാം. അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിരിക്കണം. സ്ട്രേ വേക്കൻസിയിലേക്ക് നമ്മൾ പങ്കെടുത്താൽ ജോയിൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോകും. സ്ട്രേ വേക്കൻസിയിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്യാതെ പിരിഞ്ഞു പോരുന്നത് എങ്കിൽ നമ്മളെ ഒരു വർഷത്തേക്ക് നീറ്റ് എക്സാം എഴുതുന്നതിൽ നിന്ന് വരെ ഡീബാർ ചെയ്യും. അപ്പോൾ നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. ഇനി ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഫസ്റ്റ് റൗണ്ട് മുതൽ 4th സ്ട്രേ വേക്കൻസി റൗണ്ട് വരെ കൃത്യമായ ഒരു ഫ്ലോ ചാർട്ടിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ വളരെ പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു 10 പേജിന്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഈ രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുള്ളത്. മെഡിക്കൽ കൗൺസിലിംഗ് MCCയുടെ വെബ്സൈറ്റ് അഡ്രസ് ആണിത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം, ഫീസ് പേയ്മെന്റ് ചെയ്യണം. 2 തരത്തിലുള്ള രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ട്. അതിന്റെ ചോയ്സസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മീൻസ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കണം. അത് നമുക്ക് മോഡിഫൈ ചെയ്യാം, പിന്നെ അതിനുശേഷം ലോക്ക് ചെയ്യാം. ലോക്കിങ്ങിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പ്രോബ്ലി വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓട്ടോ ലോക്കിംഗ് ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ലാസ്റ്റ് ഡേറ്റിൽ എന്താണോ നമ്മുടെ ഓപ്ഷൻസിന്റെ ലിസ്റ്റ് അത് ഓട്ടോമാറ്റഡ് ആയിട്ട് ലോക്ക് ആയിക്കോളും. നൗ പ്രോസസ്സ് ചെയ്ത് ആ റിസൾട്ടുകളെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് വരും. ഫസ്റ്റ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റ് വഴി നമുക്ക് ഒരു റൗണ്ട് 1 ഒരു സീറ്റ് അലോട്ട് ചെയ്തു എങ്കിൽ 2 കേസുകളാണുള്ളത്. അലോട്ട് ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങനെ അലോട്ട് ചെയ്തില്ല എങ്കിൽ നോ ഇഷ്യൂസ്. ആഫ്റ്റർ ദ റൗണ്ട് 1 എൻഡ്സ് ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ റൗണ്ട് 2. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും സെക്കൻഡ് റൗണ്ടിൽ ഫീ പേ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ടു ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കംപ്ലീറ്റ് ദ അഡ്മിഷൻ ഫോർമാലിറ്റീസ്. നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പറയുന്നതിൽ നിന്ന് ഔട്ട് ആവും. എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അലോട്ട് ചെയ്ത സീറ്റ് പോകും, നമ്മൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ. ഇനി അതിന്റെ അർത്ഥം അതിന് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഫ്രീ എക്സിറ്റ്, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഫ്രീ എക്സിറ്റ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം, നോ ഇഷ്യൂസ്. ഇനി നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളവിടെ ഹോസ്പിറ്റലിൽ അഥവാ മെഡിക്കൽ കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അഥവാ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും നമുക്ക് പങ്കെടുത്ത് അതിനേക്കാളും ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് മാറാൻ ശ്രമിക്കാം. നൗ അങ്ങനെ ശ്രമിക്കുന്നില്ല എങ്കിൽ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. നമുക്കൊരു കോളേജിൽ സീറ്റ് കിട്ടി, നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു, അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. സോ വി ആർ studying in that college, continue to study in the allotted institute. That's it. നമ്മൾ അതോടുകൂടി പിന്നെ നമുക്ക് അലോട്ട്മെന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു. ഇനി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൗണ്ട് 2 വരും. അപ്ഗ്രേഡ് ചെയ്യാതെ നമുക്ക് റൗണ്ട് 1 ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ റൗണ്ട് 2 വരും. സോ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഫോർ റൗണ്ട് 1 നീഡ് നോട്ട് രജിസ്റ്റർ അഗൈൻ. സോ ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഇല്ല, പക്ഷേ ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം, അത് പ്രത്യേകം മനസ്സിലാക്കുക. റൗണ്ട് 2 വരുമ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഫ്രീ എക്സിറ്റ് വഴി നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും വരാം. അതായത് നമുക്ക് റൗണ്ട് 1 സീറ്റ് ഒന്നും കിട്ടിയില്ല. ഇനി ഫ്രഷ് രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് ഫോർ റൗണ്ട് 2. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ പിന്നീട് പരിഗണിക്കില്ല. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് അഥവാ ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം. റൗണ്ട് 1 നമ്മൾ കൊടുത്തൊക്കെ നള്ളായിട്ട് പരിഗണിക്കും. നൗ സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് അലോക്കേറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സീറ്റ് അലോക്കേറ്റ് ചെയ്തു. അവിടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇഫ് അപ്ഗ്രേഡഡ് ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് റിലീവ് ഫ്രം റൗണ്ട് 1 ആൻഡ് ജോയിൻ ദ കോളേജ് ഇൻ റൗണ്ട് 2. സോ അപ്ഗ്രേഡേഷന് കൊടുത്തു, പക്ഷേ നമുക്ക് അപ്ഗ്രേഡ് ആയി കിട്ടിയ കോളേജ് അത്ര നല്ല കോളേജ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ അതേ കോളേജിൽ നിൽക്കാൻ പറ്റില്ല.
അഥവാ നമ്മൾ അപ്ഗ്രേഡിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ അപ്ഗ്രേഡിൽ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അപ്ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്ന സീറ്റ് നമ്മൾ അതിൽ നിന്ന് പുറത്തായി. കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ സീറ്റ് മറ്റുള്ള സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ആ സീറ്റ് പിന്നെ ഇല്ല. അപ്പോൾ അപ്ഗ്രേഡിന് കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറിക്കൊള്ളണം, വേറെ യാതൊരു വഴിയോ അവിടെ ഇല്ല. സോ മസ്റ്റ് എന്നാണ് പറഞ്ഞുള്ളത്, മസ്റ്റ് റിലീവ് ഫ്രം റൗണ്ട് 1 കോളേജ് ആൻഡ് ജോയിൻ റൗണ്ട് 2 അലോട്ടഡ് കോളേജ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ബെറ്റർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻസ് മാത്രമേ അതിൽ കൊടുക്കേണ്ടതുള്ളൂ. ഇനി റൗണ്ട് 2 നമുക്ക് സീറ്റ് കിട്ടി, സീറ്റ് അലോട്ട് ചെയ്തു. നമ്മൾ സീറ്റ് അലോട്ടഡ് ഇൻ റൗണ്ട് 2 ബട്ട് നോട്ട് റിപ്പോർട്ടഡ്. നമ്മൾ ജോയിൻ ചെയ്യാൻ പോയില്ല. രണ്ടാമത്തെ റൗണ്ടിലാണ് നമുക്ക് ആദ്യമായിട്ട് സീറ്റ് കിട്ടി, നമ്മൾ അവിടെ പോയില്ല. അങ്ങനെ പോയില്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്. ഇനി സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെന്റിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നോ ഇഷ്യൂസ്, നമുക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്സ്, തേർഡിലും ഫോർത്തിലൊക്കെ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, കംപ്ലീറ്റ് അഡ്മിഷൻ ഫോർമാലിറ്റീസ്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കിട്ടിയ കോളേജിൽ നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നു. അത് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതാവാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട് ചെയ്ത് കിട്ടിയതാവാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അപ്ഗ്രേഡ് ചെയ്യാം, അതല്ലാതെ റിസൈൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഒഴിവാക്കി പോരാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാതെ, ഫോർത്ത് റൗണ്ടിൽ പങ്കെടുക്കാതെ, സെക്കൻഡ് റൗണ്ടിൽ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാം. ദാറ്റ് ഈസ് സിംപ്ലി എക്സിറ്റ്. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിൽ തേർഡ് റൗണ്ടിൽ വീണ്ടും അപ്ഗ്രേഡ്, വില്ലിംഗ്നെസ് ടു അപ്ഗ്രേഡ് ടു റൗണ്ട് 3. സോ റൗണ്ട് 3 അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി റൗണ്ട് 3 എന്തൊക്കെയാണ് സംഭവിക്കുക? അപ്പോൾ റൗണ്ട് 3 ഫ്രഷ് രജിസ്ട്രേഷൻസ് പോസിബിൾ ആണ്. ചോയ്സ് ഫില്ലിംഗ് ഫോർ റൗണ്ട് 3. സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് കിട്ടിയവർക്കും എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് കൊടുത്തിട്ടും റൗണ്ട് 3 പങ്കെടുക്കാം. റൗണ്ട് 2 ചോയ്സസ് വിൽ ബി ട്രീറ്റഡ് ആസ് നൾ. റൗണ്ട് 2 നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും പിന്നെ വാലിഡ് അല്ല. റൗണ്ട് 3 എത്തുമ്പോൾ നമ്മൾ ഇതിന്റെ അവസാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്തില്ല എങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ഫോർ ദ ഫോർത്ത് റൗണ്ട് വിച്ച് ഇസ് ദ സ്ട്രേ വേക്കൻസി റൗണ്ട്. റൗണ്ട് 3 നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, നമ്മൾ സീറ്റ് അലോട്ട് ചെയ്തു പക്ഷേ ജോയിൻ ചെയ്തില്ല. സോ സെക്കൻഡ് റൗണ്ടിൽ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോകും. തേർഡ് റൗണ്ടിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എക്സിറ്റ് വിത്ത് ഫോർഫീച്ചർ ഓഫ് ആൻഡ് എലിമിനേഷൻ, കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ്. സോ തേർഡിൽ നമ്മൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഫർദർ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഇനി ഒരു സ്ട്രേ വേക്കൻസി റൗണ്ടും കൂടെ ഉണ്ട്, അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഓക്കെ, നൗ നമ്മൾ ജോയിൻ ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, അഡ്മിഷൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റൗണ്ട് 2 കിട്ടിയ സീറ്റ് നമുക്കില്ല, റൗണ്ട് 3 നിർബന്ധമായി മാറിക്കൊള്ളണം. നമ്മൾ അലോട്ട് ചെയ്ത സീറ്റിൽ ജോയിൻ ചെയ്യുന്നു. വൺസ് ജോയിൻ ദ കാൻഡിഡേറ്റ് കനോട്ട് അപ്ഗ്രേഡ് ഓർ റിസൈൻ. അപ്പം തേർഡ് റൗണ്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ഇല്ല. ഫോർത്ത് റൗണ്ട് ഉണ്ട്, അത് സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. അവിടെ പിന്നെ അപ്ഗ്രേഡ് എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. സോ തേർഡ് റൗണ്ടിലാണ് നമ്മൾ അലോട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നെങ്കിൽ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. നമ്മൾ അവിടെ ആണ് പഠിക്കാൻ പോകുന്നത്, അവിടെ നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനും ഇല്ല. ഈ സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത് തേർഡ് റൗണ്ടിലും ഒരു സീറ്റും കിട്ടാത്തവർക്കുള്ളതാണ് സ്ട്രേ വേക്കൻസി റൗണ്ട്. നമ്മൾ സ്ട്രേ വേക്കൻസി റൗണ്ടിലും ഫ്രഷ് രജിസ്ട്രേഷൻസും ചോയ്സ് ഫില്ലിംഗും ഉണ്ട്. സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം റെഡിൽ കൊടുത്തിട്ടുണ്ട് അലോട്ടഡ് ബട്ട് നോട്ട് ജോയിൻ. അങ്ങനെ ഫോർഫീച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഫീസൊക്കെ പോകും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ പോകും. ഡിബാർഡ് ഫോർ നെക്സ്റ്റ് 1 year ഫ്രം നീറ്റ് എക്സാമിനേഷൻ. നെക്സ്റ്റ് ഇയറിൽ നീറ്റ് എക്സാമിനേഷൻ തന്നെ നമുക്ക് എഴുതാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുക. അപ്പം അതായത് സ്ട്രേ വേക്കൻസി റൗണ്ടോട് കൂടി പ്രൊസീജിയർ അവസാനിപ്പിക്കണം. അപ്പോൾ പിന്നെയും നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നാൽ ആ സീറ്റ് വേക്കൻ്റ് ആയി കിടക്കും. അതുകൊണ്ടാണ് അത്രയും വലിയൊരു പണിഷ്മെന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാണ് നമ്മുടെ കോളേജ്. കാൻഡിഡേറ്റ് കനോട്ട് റിസൈൻ, അവിടുന്ന് പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല. സോ ഇതാണ് ഫ്ലോ ചാർട്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫീസ് കാരണമോ ദൂരം കാരണമോ ലൊക്കേഷൻ കാരണമോ ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരു തരത്തിലും ജോയിൻ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കാരണവശാലും ഓപ്ഷൻസിൽ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അതാണ് അതിൻ്റെ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക. തിരക്ക് കൂട്ടണ്ട, സ്വന്തമായി ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം പതുക്കെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കണ്ട, ബട്ട് പതുക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പങ്കെടുക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേറ്റുകളും വേഗത്തിലും ആധികാരികവുമായി അറിയാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.